ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ അവര് പറയുകയാണ്, ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂബലസാരപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം എന്ന് ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ 4:30 മണിക്ക് എണീറ്റ് ഞങ്ങൾ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട് എന്ന് അവർ ജനങ്ങളോട് പറയുകയാണ്. ഏറ്റവും വലിയ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ പറയുകയാണ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ടേ മറ്റെന്തും പറയൂ, എന്തും പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർക്കാകാമെങ്കിൽ, ശാസ്ത്രജ്ഞനാകാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൂടാ ഈ കാര്യങ്ങൾ? അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ കൂടി മാറണം. 4 അക്ഷരം ഭഗവത്ഗീത പഠിക്കാനും നമ്മുടെ ഉപനിഷത്ത് എന്താണെന്ന് അറിയാനും നമ്മുടെ സാമവേദവും യജുർവേദവും ഋഗ്വേദവും ഉൾപ്പെടെയുള്ള നമ്മുടെ 4 വേദങ്ങളെ കുറിച്ച് അറിവുള്ളവർ കുറച്ച് സമയം പറഞ്ഞു തന്നാൽ അത് കേൾക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള കേന്ദ്രങ്ങൾ കൂടിയായിട്ട് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രമുറ്റങ്ങളും മാറണം എന്നാണ്